ഹലോ നമസ്കാരം. ഞാനിന്ന് മടക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ മടക്കുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. ഇതുണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര. 1 കപ്പ് പഞ്ചസാരയിലേക്ക് ഞാൻ ഒരു 4 ഏലക്ക കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 നുള്ള് ഉപ്പ്, 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരപ്പാനി തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള പഞ്ചസാര കൂടാതെ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പൊടിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് യെല്ലോ ഫുഡ് കളറാണ്. ഞാനിവിടെ 1 നുള്ള് ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് മഞ്ഞ നിറം കിട്ടില്ല, എന്നാൽ പോലും ഹെൽത്തിനെ വെച്ച് നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ ഫുഡ് കളർ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് ചൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചുള്ള എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ നെയ്യ് വേണം, ഒരു 2 സ്പൂൺ അരിപ്പൊടി വേണം, ഒരു 1/2 ഗ്ലാസ് വെള്ളവും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ മടക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പരന്ന പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കളർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഞാൻ ഇതിലേക്ക് അല്പം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ വെള്ളം വേണമെന്ന് തോന്നിയാൽ നമുക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ വെള്ളം കൂടി പോകരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന കൂട്ട് കുഴച്ചെടുക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ അല്പം വെള്ളം വേണമെന്ന്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്പം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ പൊടി ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഇത് ഞാൻ മൂടിയാണ് വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ അല്പം എണ്ണ തൂവി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് ഡ്രൈ ആവാതിരിക്കാൻ. നമുക്കിതൊന്ന് പതുക്കെ അടച്ച് ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് പറ്റുന്ന അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന നെയ്യിലേക്ക് ഒരു 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാനൊരു പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കണം. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് എല്ലാവർക്കും അല്പം വരുന്ന രീതിക്ക് എല്ലാവർക്കും ഒന്ന് ആക്കി. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് അല്പം കൂടി അരിപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. തൂവി കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്കിനി ഇത് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കണം. നമ്മൾ മടക്കുന്നാണല്ലോ പറയുന്നത്, അപ്പോൾ അതാണ് ഈ മടക്ക് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് പതുക്കെ മടക്കിയിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും നെയ്യും അരിപ്പൊടിയും കൂടി ചേർത്ത് വെച്ച് മിക്സ് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം അരിപ്പൊടി തൂവി കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച് മാത്രം തൂവി കൊടുക്കണം. പതുക്കെ കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക.
ഇനി വീണ്ടും നമുക്കിത് അങ്ങോട്ടേക്കൊന്ന് മടക്കി കൊടുക്കണം. പതുക്കെ പൊക്കിയെടുത്ത് ഇങ്ങനെ. ഇത് വീണ്ടും നമുക്ക് ഈ സൈഡൊന്ന് പതുക്കെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണം. വീണ്ടും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും അരിപ്പൊടിയും കൂടി ചേർന്ന മിക്സ് തൂവി കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമുക്കിങ്ങനെ പതുക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ മടക്കി ഇങ്ങോട്ടേക്ക് മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതെങ്ങനെ ഇരിക്കുന്നെന്ന്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഇത് നമ്മൾ മുറിച്ച് പീസാക്കി എടുക്കാൻ പോവുകയാണ്. അല്പം വലുപ്പത്തിൽ ഞാനിത് ഓരോന്നും നമുക്ക് വേണ്ട അതേ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കൂടി ജസ്റ്റ് ഒന്നും കൂടി തേച്ച് കൊടുത്തിട്ടാണിത് പരത്തിയെടുക്കുന്നത്. നമുക്ക് ഒരുപാട് കട്ടി വേണ്ട, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ ചെറിയ മടക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം നിശ്ചയിക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലുത് വേണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ മടക്കി ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ലെയേഴ്സ് കറക്റ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ലെയേഴ്സ് ഉണ്ട്. ഇതാണ് നമുക്ക് വേണ്ട ഷേപ്പ്. മടക്കുകളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മടക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് തിക്കായി തോന്നുകയാണെങ്കിൽ ഇങ്ങനെയൊന്ന് പതുക്കെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കണ്ടോ, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം മടക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് 2 സൈഡും നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ എടുത്ത് മാറ്റാവൂ. നമ്മുടെ ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്ന കണ്ടോ, ഇതുപോലെ വരണം. ഇനി നമുക്കിത് മറിച്ചിടാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത മടക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ആവാനും നിൽക്കരുത്. ഒരുപാട് കളർ ചേഞ്ച് ആയാലും ഈ പറഞ്ഞ പോലെ ആ ഒരു യഥാർത്ഥ സ്വാദ് നമുക്ക് കിട്ടില്ല. ഞാൻ മടക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മടക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. നമുക്കിനി ബാക്കി എല്ലാ മടക്കും ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പോൾ ഒരു നൂല് പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഒരു നൂൽപ്പരുവായിട്ടുണ്ട്, കണ്ടോ. ഇത് മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് ഈ മടക്കിലെല്ലായിടത്തും നന്നായിട്ട് പിടിക്കുക. അങ്ങനെ സ്വാദിഷ്ടമായ മടക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ മടക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും കൂടി വേണം.